ഹലോ, നമുക്ക് വളരെ ചെറുതായിട്ട് ഓൺലൈനിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വളർത്താനായിട്ട് പറ്റും. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ധാരാളം സംരംഭകർ അവരുടെ ചെറിയ പ്രൊഡക്റ്റ് അവരുടെ റൂമിലിരുന്ന് സ്റ്റാർട്ട് ചെയ്ത ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ എന്തോ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ധാരാളം കസ്റ്റമേഴ്സിലേക്ക് എത്തി ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സാധ്യതകൾ പലരും മനസ്സിലാക്കണില്ല. ഇപ്പം ഞാൻ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഡക്റ്റ് പലതും കണ്ടുപിടിക്കുകയും ഇതെങ്ങനെ വിൽക്കണമെന്ന് അറിയില്ല, എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തുമെന്ന് അറിയില്ല. നമുക്ക് എത്ര നല്ല പ്രൊഡക്റ്റ് ഉണ്ടായാലും കസ്റ്റമേഴ്സ് ഇത് കണ്ടില്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവുകയോ ഇവർ വാങ്ങുകയോ ഒന്നും ചെയ്യൂല. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പല ഷോപ്പുകളിലൊക്കെ പലതും കൊണ്ടുപോയി കൊടുത്തു നോക്കി. അതൊന്നും നല്ല രീതിയിൽ അങ്ങനെ മെച്ചപ്പെട്ടില്ല. ഷോപ്പുകളിൽ മാത്രമല്ല, അല്ലാതെ പല മെത്തേഡുകളും ഞാൻ നോക്കി, അതൊന്നും നല്ല രീതിയിൽ വർക്കൗട്ടായില്ല. അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെ പറ്റിയിട്ട് ഞാൻ പഠിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി ഞാൻ പ്രൊഡക്റ്റുകൾ ചെറിയ ചെറിയ കണ്ടന്റുകളായിട്ട് ക്രിയേറ്റ് ചെയ്ത്, സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ സെല്ല് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ റെസ്പോൺസ് വരാൻ തുടങ്ങി. ഏത് പ്രൊഡക്റ്റ് നല്ല രീതിയിൽ വിറ്റ് പോകും, ഏത് കാറ്റഗറിയിൽ എന്തൊക്കെ വിറ്റ് പോകും എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇതെല്ലാം നടത്തി നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയായിരിക്കും അധിക കാര്യങ്ങളും നടത്തുന്നത്. പ്രത്യേകിച്ച് പരസ്യ കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ സോഷ്യൽ മീഡിയയുടെ ആ ഒരു വളർച്ചയുടെ ഒപ്പം തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളും സർവീസുകളും സോഷ്യൽ മീഡിയയിലേക്ക് ഇറക്കണം, ഓൺലൈനിലേക്ക് ഇറക്കണം. ഓൺലൈനിൽ അപ്പം നമുക്ക് മനസ്സിലാവും ഏതൊക്കെ നല്ല രീതിയിൽ വിറ്റ് പോകില്ല എന്നുള്ളത്. നിങ്ങളുടെ ഐഡിയ വാലിഡേറ്റ് ചെയ്യാനും പറ്റണത് ഈ ഓൺലൈനിൽ തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ സമയം പാഴാക്കാതെ ഓൺലൈനിൻ്റെ സാധ്യതകളെ പറ്റി പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന ധാരാളം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് നഷ്ടമാകും. പലരും പറയും മാർക്കറ്റിലുള്ളതിനേക്കാൾ ബെറ്റർ പ്രൊഡക്റ്റാണ് എൻ്റെ, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല സർവീസാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷെ കസ്റ്റമർ അറിയണില്ലല്ലോ. അവിടെ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ എത്താനുള്ള വലിയൊരു കവാടാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകം അതിന് ചാർജ് ഈടാക്കണില്ല. പല സംരംഭകർക്കും ഇതറിയാം. അവർ നല്ല രീതിയിൽ തന്നെ അവരുടെ ബിസിനസ് സോഷ്യൽ മീഡിയയിൽ റൺ ചെയ്യുന്നുണ്ട്. ഞാൻ പരീക്ഷണ അടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ്. എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുക, എങ്ങനെ നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ റീസെല്ലിംഗ് പ്രൊഡക്റ്റുകൾ പല പ്രൊഡക്റ്റുകളും ഞാനത് ചെയ്തു നോക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പരസ്യം കൊടുക്കാതെ തന്നെ, പരസ്യം മോശമാണെന്നല്ല പറയണേ, പരസ്യം കൊടുക്കാതെ തന്നെ എനിക്ക് ഓർഗാനിക്കായിട്ട് ധാരാളം കസ്റ്റമേഴ്സിനെ, റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചെറിയൊരു ഷോപ്പുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണ ഒരാളായിരിക്കാം. നിങ്ങൾക്കെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താം. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ധാരാളം കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പറ്റും. ലോക്കൽ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ നേരിടുന്ന ആളുകൾ, വലിയ സെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. പല കടകളും അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം കോമ്പറ്റീഷൻ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിശാലമായിട്ടുള്ള മാർക്കറ്റിലേക്ക് ഇറങ്ങാം. അത് വിശാലമായിട്ടുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഫ്രീ ആയിട്ട് നമുക്ക് എത്താൻ പറ്റണത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഞാൻ ഡൽഹിയിൽ നിന്ന സമയത്ത് ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റുകൾ എടുത്ത് ഷോപ്പ് ഓണേഴ്സിനും മറ്റൊക്കെ അയച്ചു കൊടുക്കുന്ന ടൈമിൽ ഞാൻ അവരോട് പറയുമായിരുന്നു, നിങ്ങൾ ഓൺലൈനിലും കൂടി സെല്ല് ചെയ്യാൻ. വളരെ എളുപ്പമാണല്ലോ ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം എനിക്കറിയാമായിരുന്നു. പക്ഷെ അവർക്കതറിയില്ല, ഇതെങ്ങനെ ചെയ്യൂ എന്നുള്ളത് അറിയില്ല. എവിടെ തുടങ്ങണം, എന്തൊക്കെയാണ് സ്റ്റെപ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രാറ്റജി, അത് വർഷങ്ങളായിട്ട് ആ മേഖലയിലുള്ള ഒരാൾക്കാണ് അതിൻ്റെ യഥാർത്ഥ ഒരു മെത്തേഡ് അറിയുള്ളൂ. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യാൻ പാടുണ്ട്, എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ നമുക്ക് എത്താം, വിറ്റ കസ്റ്റമർക്ക് എങ്ങനെ വീണ്ടും വിൽക്കാം, ഇതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് നടക്കും. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്, ക്ലാസ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ധാരാളം പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർക്ക് ഈ കോഴ്സിലേക്ക് വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ മിനിമലായിട്ടുള്ളൊരു ഏതൊരു സാധാരണക്കാരനും ഏതൊരു സാധാരണ ബിസിനസ്സുകാരനും താങ്ങാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫീസ് മാത്രമേ ഇനി ഈടാക്കുന്നുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ടാണ് ഈ കോഴ്സ് തയ്യാറാക്കിയേക്കുന്നത്. പ്രവാസികൾക്ക് പങ്കെടുക്കാം. നിങ്ങൾ പ്രവാസ ലോകത്തെ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നുള്ളവർ നാട്ടിൽ ചെറുതായിട്ട് നിങ്ങൾ തുടങ്ങിക്കോ. പക്ഷേ ഓൺലൈനെ ഒരിക്കലും ഇഗ്നോർ ചെയ്ത് കളയരുത്. ഓൺലൈനിൻ്റെ സാധ്യതകളെ ഒരിക്കലും നിങ്ങൾ വില കുറച്ച് കാണരുത്. ഓൺലൈനിലേക്ക് വന്ന് ഓൺലൈനിലും കൂടി നിങ്ങൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം. കാരണം അവിടെ നിന്ന് ധാരാളം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. ലോക്കൽ മാർക്കറ്റിൽ മാത്രം ഒതുങ്ങിക്കൂടണമെന്നില്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടും, അവരുടെ ഡാറ്റ കിട്ടും, അവരുടെ ഫീഡ്ബാക്കുകൾ കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാനായിട്ട് പറ്റും. പ്രവാസികൾക്ക് പറ്റും, ഓൾറെഡി ബിസിനസ് ഉള്ളവർക്ക് പറ്റും. എല്ലാവർക്കും ഈ കോഴ്സിൽ പങ്കെടുക്കാം. കാരണം ഇത് എവിടെ നിന്നിട്ട് വേണമെങ്കിലും ഈ കോഴ്സിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും.
കംപ്ലീറ്റ് റെക്കോർഡഡ് വീഡിയോസിലൂടെയാണ്. ഞാൻ പ്രാക്ടിക്കലി തന്നെ പല കാര്യങ്ങളും കാണിച്ചു തരാണ്. ജസ്റ്റ് പറഞ്ഞു പോകുന്നതിന് പകരമായിട്ട് എനിക്ക് കിട്ടിയ എൻക്വയറിയും കാര്യങ്ങളും എല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർഡറായിട്ട് തിരിച്ച് നല്ല രീതിയിൽ തന്നെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. പലർക്കും അറിയാത്ത കാര്യമാണ്. പല സംശയങ്ങളുണ്ട്. കസ്റ്റമർ വന്നു, എങ്ങനെ കസ്റ്റമറെ കൺവിൻസ് ചെയ്യണം, എങ്ങനെ അഡ്രസ്സ് സ്വീകരിക്കണം, എങ്ങനെ കൊറിയർ അയക്കണം, എങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കണം, റിട്ടേൺ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻ കേസ് റിട്ടേൺ വന്നാൽ തന്നെ അതെങ്ങനെ എടുക്കണം, വിറ്റ കസ്റ്റമർക്ക് എങ്ങനെ വീണ്ടും വിൽക്കണം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് പങ്കെടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാനായിട്ട് സാധിക്കും. എത്ര തവണ വേണമെങ്കിലും റിവൈൻഡ് അടിച്ച് കാണാം. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് റിക്കവറിങ് ഫീസൊന്നും ഉണ്ടാവില്ല. മാസം മാസം പുതുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ തവണ ഇതിൽ പങ്കെടുത്താൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. എത്രയും വേഗം ഓൺലൈനിലേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് പല ബിസിനസ്സുകളും നേരിടുന്ന പ്രശ്നത്തിനൊരു സൊല്യൂഷൻ. കാരണം ലോക്കൽ കോമ്പറ്റീഷനാണ്. ലോക്കൽ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ തന്നെ പല മാർക്കറ്റുകളിലും കസ്റ്റമർ ഇല്ല. അതാണ് മറ്റൊരു വിഷയം. കോമ്പറ്റീറ്റേഴ്സ് അധികം ഉണ്ടാവില്ല, പക്ഷെ കസ്റ്റമർ ഇല്ല. കസ്റ്റമർ എങ്ങനെ കണ്ടെത്തും? അപ്പോൾ പല ഓർഗാനിക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. വളരെ ഹെൽത്തിയാണ്. അവർ പ്രിസർവേറ്റീവും കാര്യങ്ങളൊന്നും ഉപയോഗിക്കണില്ല. ഹോം മെയ്ഡാണ്, വളരെ ഹെൽത്തിയാണ്, ഒരു രോഗവും അതുകൊണ്ട് വരില്ല. അങ്ങനെ പല രീതിയിൽ അവർ പറയണുണ്ടെങ്കിലും ഇതൊന്നും കസ്റ്റമറിലേക്ക് എത്താതെ, ആളുകളിലേക്ക് എത്താതെ അവരിത് വാങ്ങേയില്ല. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണെന്ന് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. എത്രയും പെട്ടെന്ന് ഓൺലൈനിലേക്ക് ഇറങ്ങാമെന്നുള്ളതാണ്. നമ്മൾ സമയം പാഴാക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി ആ കഴിഞ്ഞ് തീരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്ത് ആ സെക്കൻഡിൽ തന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണതിലേക്ക് കടക്കാനായിട്ട് പറ്റും. പ്രത്യേക വല്ല സർട്ടിഫിക്കറ്റിനോ കാര്യങ്ങൾക്കൊന്നും നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും അപ്രൂവലിനോ കാര്യങ്ങൾക്കോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇത് കസ്റ്റമർ കാണട്ടെ. കസ്റ്റമർ കണ്ടാലാണല്ലോ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുള്ളൂ. പല ആളുകളും സംശയത്തിൽ നിൽക്കണവരുണ്ട്, ഈ പ്രൊഡക്റ്റ് വിറ്റ് പോകുമോ ഇല്ലയോ എന്നുള്ളത്. അവർക്കുള്ള ഒരു മെത്തേഡും കൂടിയാണ് സോഷ്യൽ മീഡിയ. കാരണം കസ്റ്റമർ പേയ്മെൻറ്റ് അവരുടെ കാശ് തന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാതെ ഒരിക്കലും നമുക്ക് അതൊരു സക്സസ്ഫുൾ ആയ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊരു പക്ഷേ സക്സസ്ഫുൾ എന്ന് തോന്നിയേക്കാം. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തായിരിക്കും അത് ചെയ്തേക്കണം, ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തേക്കണം. പക്ഷേ കസ്റ്റമർ അത് കാണാത്ത കാലത്തോളം, വാങ്ങാത്ത കാലത്തോളം അത് നല്ല രീതിയിൽ പോകുമോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് നിങ്ങൾക്ക് വന്ന ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ വിറ്റ് പോകണില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത ഐഡിയ പരീക്ഷിക്കാം. നമ്മൾ പറഞ്ഞാൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണമെന്നുള്ളൊരു ഇത് മാറ്റിയിട്ട് പലരും അങ്ങനെയൊക്കെയാണ് ഈ മോട്ടിവേഷണലിലൊക്കെ പറയണത്. നമ്മൾ ഒരിക്കലും പിന്മാറരുത് എന്നുള്ള രീതിയിലേക്കാണ്. ബിസിനസ്സിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്, പക്ഷെ ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു ഐഡിയ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കാതെ അത് ഉപേക്ഷിച്ച് അടുത്തത് പരീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് തന്ത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഓൺലൈനിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ അഡ്മിൻ ഞാനായിരിക്കും. നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഈ കോഴ്സിനെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം.